ന്യൂസ് മോർണിംഗിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു വരുന്ന 2 ദിവസം നല്ല ചൂടായിരിക്കും സംസ്ഥാനത്ത്. ഇന്നും നാളെയും പകൽ താപനിലയിൽ വലിയ വർധനയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പുള്ളത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ 2 മുതൽ 3 ഡിഗ്രി വരെ അധിക താപനിലയ്ക്കാണ് സാധ്യതയുള്ളത്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പുമുണ്ട്. പകൽ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയത്ത് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണം. ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കണം എന്നൊക്കെയാണ് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ വിശ്രമിക്കണം, വൈദ്യസഹായം തേടുകയും ചെയ്യണമെന്നൊക്കെ ആ മുന്നറിയിപ്പിലുണ്ട്. നമുക്ക് എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു ചൂട് കൂടാൻ കാരണം എന്നൊക്കെ അറിയേണ്ടതില്ലേ? ഒരു വിദഗ്ധ അഭിപ്രായം തന്നെ തേടേണ്ടതുണ്ട്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നിത ഗോപാൽ തത്സമയം മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ശ്രീ നിത ഗോപാൽ, ഗുഡ് മോർണിംഗ്. ന്യൂസ് മോർണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ചൂടിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വരുന്നു. 2 ദിവസം ഉയർന്ന താപനില മുന്നറിയിപ്പൊക്കെയാണ് നൽകിയിട്ടുള്ളത്. നമ്മൾ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിലൊക്കെ നല്ല തണുപ്പ് അനുഭവപ്പെടേണ്ട ഒരു സമയമാണല്ലോ. എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു ചൂട് കൂടാൻ കാരണം? ഇങ്ങനെ ഒരു പ്രതിഭാസത്തിന് കാരണം എന്തായിരിക്കും? നമസ്കാരം. ഇത് ശരിയാണ്. ജനുവരി മാസത്തിൽ പൊതുവെ നമ്മൾ ധനുമാനം മാസങ്ങളിൽ ഒരു കുളിരൊക്കെ അനുഭവപ്പെടുന്നതാണ്. പക്ഷെ മഴയുടെ അഭാവം കൊണ്ട് സൂര്യപ്രകാശം കൂടുതൽ ഏൽക്കുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ കൂടുതൽ കിഴക്കൻ കാറ്റാണ് വരുന്നത്. കാരണം വടക്കൻ കാറ്റ് വരുമ്പോഴാണ് തണുത്ത കാറ്റ് നമുക്ക് വരാറുള്ളത്. ഇപ്പൊ കിഴക്കൻ കാറ്റ് വരുന്നത് കൊണ്ട് നമ്മുടെ ഈ ചൂട് അല്ലെങ്കിൽ ചൂട് കുറയാനോ അല്ലെങ്കിൽ ഭൂമി അന്തരീക്ഷം തണുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ താൽക്കാലികമായിട്ട് ചില സ്ഥലങ്ങളിലെങ്കിലും താപനില ഉയർന്നു തന്നെ നിൽക്കുന്നത്. പക്ഷെ ഇന്നലെയും ഇന്നും കുറച്ച് സ്ഥലങ്ങളിലെങ്കിലും അങ്ങനെ ഉണ്ടാവാം. പക്ഷെ ഇന്ന് മുതൽ പല സ്ഥലങ്ങളിലും നേരിയ തോതിലേക്ക് മഴയ്ക്കോ അല്ലെങ്കിൽ ആകാശം മേഘാവൃതമായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി 2-3 ദിവസത്തേക്ക് നേരിയ മഴയ്ക്കും സാധ്യതയുണ്ട് മിക്കവാറും എല്ലായിടങ്ങളിലും. അപ്പൊ താൽക്കാലികമായിട്ടെങ്കിലും ഒരു ശമനം ഉണ്ടാകുന്നതായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. യെസ്, ഇതൊരു 2-3 ദിവസത്തെ ഒരു പ്രതിഭാസം മാത്രമായിരിക്കും. അത് കഴിയുമ്പോൾ കാലാവസ്ഥ വീണ്ടും താഴേക്ക് പോകുന്ന അല്ലെങ്കിൽ ചൂട് കുറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണോ ഉണ്ടാവുക? ഇല്ല, ഇത് മാറി മറിഞ്ഞു തന്നെയാണ്. ഇപ്പൊ നമ്മള് ഒരു കാര്യം പറയാന്ന് പറഞ്ഞാൽ ഇപ്പൊ 2-3 ദിവസത്തേക്ക് മഴ പെയ്യുമ്പോൾ അത് കുറയുമെന്ന് പറയാം. പക്ഷെ ഇത് നമ്മുടെ ആവറേജ് നമ്മുടെ ജനുവരി മാസത്തേക്കുള്ള ടെമ്പറേച്ചർ ഫോർകാസ്റ്റ് അത് സാധാരണയിൽ കൂടുതലായിരിക്കും തന്നെയാണ് നേരത്തെ തൊട്ടുള്ള ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. 2023-ഉം 2024-ഉം 2024 താപനില രേഖപ്പെടുത്തിയതിനു ശേഷമുള്ള ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് വേൾഡ് മീറ്ററോളജിക്കൽ ഓർഗനൈസേഷൻ ഓൾറെഡി സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് 2025 ഏകദേശം അതേപോലെ തന്നെ താപനില ഉയർന്നു തന്നെ ഇരിക്കാനുള്ള സാഹചര്യമാണെന്നാണ് ഇപ്പോൾ ഉള്ള മോഡലുകൾ, ഫോർകാസ്റ്റുകളും മറ്റുമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അതിന്റെ ഒരു വലിയൊരു ചിത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് കൂടി നമുക്ക് ഇതിനെ കാണേണ്ടിയിരിക്കുന്നുണ്ട്. അതായത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നും നമ്മൾ അതിന്റെ ഒരു ചൂട് കൂടിയ എപ്പിസോഡിൽ കൂടി തന്നെയാണ് ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ഈ ഒരു 10 വർഷം എന്ന് പറയുന്നത് വളരെ ചൂട് കൂടിയ 10 വർഷങ്ങളായിരുന്നു. അതിൽ തന്നെ 2024 ഇപ്പോൾ റെക്കോർഡ് ചെയ്തതിൽ ഏറ്റവും ഹയസ്റ്റ് എവർ റെക്കോർഡഡ് ടെമ്പറേച്ചേഴ്സ് ആണ് പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ ആവറേജ് താപനില എടുത്തു നോക്കുമ്പോഴും 24 ഏറ്റവും ചൂട് കൂടിയ വർഷമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്.